ഈ പ്രശ്നം വരുന്നത് ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിച്ചാലാണ്. എന്നാൽ നേരെ തിരിച്ച് ഒരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിം യുവതിയെ കല്യാണം കഴിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഹലോ ഹായ് SVD ടോക്സിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഒരു മുസ്ലിം യുവാവിന് ജാമ്യം നിഷേധിച്ചു, ജാമ്യം നൽകിയില്ല. ആ യുവാവ് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിച്ചു എന്നതാണ്. അതിനെ തുടർന്ന് കംപ്ലൈന്റ് പോവുകയും അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് ഈ വ്യക്തി 6 മാസമായി ജയിലിലാണ്. അതിനുശേഷം ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കംപ്ലൈന്റ് കൊടുത്തത് ആരാണ്? ആ പെൺകുട്ടിയാണോ? അല്ല. കാരണം രണ്ടുപേരുടെയും കൺസെന്റ് കൊണ്ട് തന്നെയാണ് ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അവരുടെ ഫാമിലിയാണോ? അല്ല. കാരണം ദ മാരേജ് വാസ് കണ്ടക്ടഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് ദിയർ ഫാമിലി. അവരുടെ ഫാമിലിയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഈ ഒരു വിവാഹം കഴിഞ്ഞിട്ടുമുള്ളത്. പിന്നെ ആരാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്? അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ മുസ്ലിം മെൻ ഹാഡ് ഓൾസോ ഫേർണിഷ്ഡ് ആൻ അഫിഡവിറ്റ് എ ഡേ ആഫ്റ്റർ ദ മാരേജ്. മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഒരു അഫിഡവിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുസ്ലിം യുവാവ്. എന്താണെന്നല്ലേ? അഫാമിംഗ് ഹി കുഡ് നോട്ട് ഫോഴ്സ് ഹിസ് വൈഫ് ടു കൺവേർട്ട്. അവരുടെ വൈഫിനെ കൺവേർട്ട് ചെയ്യാൻ ഫോഴ്സ് ചെയ്യില്ല എന്നായിരുന്നു ആ അഫിഡവിറ്റിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഷീ ഈസ് ഫ്രീ ടു ഫോളോ ഹെർ ഫെയ്റ്റ്. അവർക്ക് ഇഷ്ടമുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള അവകാശം അവർക്ക് ഉണ്ട് എന്നും കൂടിയുള്ള ഒരു അഫിഡവിറ്റ് ആയിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലെ ഒരു പൗരൻക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് പ്രായപൂർത്തിയാവണം, പരസ്പരം സ്നേഹിക്കണം, അതുപോലെ പരസ്പരം സമ്മതത്തോടു കൂടി ആരെ വേണമെങ്കിലും ആർക്കും കല്യാണം കഴിക്കാം. അത് നമ്മളുടെ മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുപോലെ ഈ കല്യാണം കഴിക്കുന്നവർ വ്യത്യസ്ത മതസ്ഥരാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്കറിയാം, ഈ ഒരു കേസിൽ അവർക്ക് പ്രശ്നമില്ല, കല്യാണം കഴിച്ച അവർക്ക് പ്രശ്നമില്ല, അവരുടെ ഫാമിലിക്ക് പ്രശ്നമില്ല, സൊസൈറ്റിക്കാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്? നമ്മൾ മനസ്സിലാക്കണം. അതും ഈ പ്രശ്നം വരുന്നത് ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിച്ചാലാണ്. എന്നാൽ നേരെ തിരിച്ച് ഒരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിം യുവതിയെ കല്യാണം കഴിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, കൺവേർഷൻ ഇല്ല, കേസ് ഇല്ല, ഒന്നുമില്ല. എന്നാൽ നേരെ തിരിച്ച് ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിച്ചാൽ അവിടെ കേസായി, ജയിലായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. ചിലപ്പോൾ ആ വ്യക്തിയെ മർദ്ദിക്കുന്ന മരണത്തിന് വരെ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കേസസ് നമ്മൾ വായിച്ചതും കണ്ടതുമാണ്. അത് എന്തുകൊണ്ടാണ്? ഇത്രയും നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും നമ്മുടെ ഭരണഘടന നമുക്ക് അതിനുള്ള അവകാശം തന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഇതിലിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സ്റ്റേറ്റ് കനോട്ട് ഇന്റർഫിയർ ഇൻ ദ ഇന്റർഫെയ്ത്ത് മാരേജസ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതായത് സ്റ്റേറ്റ് ഈ കാര്യത്തിൽ ഇന്റർഫെയ്ത്ത് മാരേജോ കാര്യങ്ങളിലോ ഒന്നും സ്റ്റേറ്റ് ഇടപെടേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സ് ആയിട്ടാണ് ആ മാരേജ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതിൽ ഇടപെടുക, അല്ലാതെ യാതൊരു തരത്തിലും സ്റ്റേറ്റ് അതിൽ ഇടപെടാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി നൽകിയിട്ട്. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിന് മാത്രമുള്ളതല്ല, മുഴുവൻ സ്റ്റേറ്റും, ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിനും ഉള്ള ഒരു വാർണിംഗ് ആയിട്ടാണ് സുപ്രീം കോടതി ഇതിപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay.